ഞാൻ ആ വീടിന് ചുറ്റും കൂടി ഇട്ടു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതോടെ മാറ്റിത്തരണം. ഞാൻ ഒറ്റക്കാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിനി ഓടി നടക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ തീരെ പറ്റില്ല എനിക്ക്. അങ്ങനെ ഇരുന്ന സമയത്ത് മാതാവ് എന്താ പറയുക, ഒരു അനുഗ്രഹം പോലെയായിരുന്നു. മാതാവിൻ്റെ രാത്രി കാലങ്ങളിലൊക്കെ കിടന്ന് കരയും. എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു. ആ സമയത്ത് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ആ റൂമിൽ നിറച്ചും കിട്ടുമായിരുന്നു. മാതാവ് കൂടെ ഉള്ളതുപോലെ തോന്നും. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ ചെവി പറഞ്ഞു, നീ ഇനി കരയേണ്ട, നിൻ്റെ മകനെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അവൻ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഞാനിപ്പോൾ അതിനു വേണ്ടി അവന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാറും കൂടിയില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് സുവർണ. ഞാൻ വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുടെയും കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവ് അരക്ക് കീഴ്പോട്ട് തളർന്നെടുക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ഷോക്കടിച്ച് വീണതാണ് പോസ്റ്റുമേയിൽ നിന്ന്. 1.5 വയസ്സായപ്പോൾ എൻ്റെ ആദ്യത്തെ സാക്ഷി ഇതാണ്. 1.5 വയസ്സായപ്പോൾ എൻ്റെ മകന് തുടർച്ചയായിട്ട് പനിയായിരുന്നു. ആദ്യം ഫിക്സിൻ്റെ സ്റ്റേജായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് പനിയായിരുന്നു. 2 പ്രാവശ്യം ഓരോ ഹോസ്പിറ്റലിൽ കിടന്ന് അഡ്മിറ്റായി. 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും, പിന്നെയും പനിയായിരുന്നു. 3ാമത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കൊച്ച് എന്താ പറയുക, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അവന് ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ കൂടി സമ്മതിക്കുന്നില്ല. കയ്യിൽ കുത്തിവെച്ചിരിക്കുന്ന ഇഞ്ചക്ഷൻ പോലും അവൻ ബ്ലോക്കാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മരുന്നുകളൊന്നും കയറ്റാൻ കൂടി അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒന്നായി വയ്യാതെ കിടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും കൂടെ ഉള്ളൂ. അമ്മയ്ക്കും പാടില്ലാത്ത ഒരാളാണ്, ഷുഗർ പേഷ്യൻ്റാണ്, തേയ്മാനം, അങ്ങനെ പല അസുഖങ്ങളും ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് കുറേ സങ്കടങ്ങൾ അനുഭവിച്ചു. കൊച്ച് ആരുടെയും കയ്യിലോട്ട് മാറുന്നില്ല. കൊച്ചിനെയും കൊണ്ട് ബാത്റൂമിൽ വരെ ഞാൻ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണതും. അങ്ങനെ ഒക്ടോബർ 14-ാം തീയതി 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അച്ഛനെ കാണാൻ വേണ്ടിയായിരുന്നു, ഹസ്ബൻഡിനെയും കൂട്ടി വന്നേ. അപ്പോൾ അച്ഛൻ്റെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഞങ്ങളവിടെ നിന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉടമ്പടി എടുത്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിന്നീടും അവന് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഛർദി നിൽക്കാതെ, നേരം വെളുക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ദഹിക്കാതെ കിടന്ന പോലെ ഛർദി ആയിരുന്നു. ഛർദി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കുന്ന അവസ്ഥയായിരുന്നു അവൻ്റേത്. ആ സമയത്തൊക്കെ ഞാൻ വേഗം പിന്നെ ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ടേയിട്ടേ ഉള്ളൂ അവനെയും കൊണ്ട്. കാരണം ഹസ്ബൻഡ് വീണിട്ടും ഞാൻ തളരാതെ പിടിച്ചു നിന്നതാണ് എൻ്റെ മകന് വേണ്ടി. ആ മകന് വയ്യാതായപ്പോൾ ഞാൻ തീരെ തളർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഉള്ള ധൈര്യം അങ്ങോട്ടും പൂർണ്ണമായിട്ടും പോയി. അവന് വയ്യാതായപ്പോൾ ഞാനും ശരിക്കും എനിക്കും അസുഖമായി, അവനും ഒന്നായി തളർന്നു പോയി. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. എല്ലാത്തിനും പേടിയാണ്. രാത്രി ഉറക്കമില്ലായ്മ. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഞാൻ നോക്കും കൊച്ചിന് പനിയുണ്ടോ എന്ന് വെച്ചാൽ. അവൻ്റെ അച്ഛന് ചെറുപ്പത്തിൽ ഫിക്സ് വന്നിട്ടുണ്ട്. 4 വയസ്സ് വരെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിക്കും ഉണ്ടായിട്ടില്ല. ഞാൻ രാത്രിയൊക്കെ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ തൊട്ട് നോക്കും, പനിയുണ്ടോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, ചില സമയത്ത് പനിയുണ്ടാവും, ഞാൻ മരുന്ന് കൊടുക്കും. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം കൊച്ച് ഇതുപോലെ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങിയ ശേഷം ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് അവൻ്റെ കട്ടിലിന് ചുറ്റും ഇടുമായിരുന്നു. കൂടാതെ ഞാൻ ആ വീടിന് ചുറ്റും കൂടി ഇട്ടു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതോടെ മാറ്റിത്തരണം. ഞാൻ ഒറ്റക്കാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിനി ഓടി നടക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ തീരെ പറ്റില്ല എനിക്ക്. അങ്ങനെ ഇരുന്ന സമയത്ത് മാതാവ്
എന്താ പറയുക, ഒരു അനുഗ്രഹം പോലെയായിരുന്നു. മാതാവിൻ്റെ രാത്രി കാലങ്ങളിലൊക്കെ കിടന്ന് കരയും. എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു. ആ സമയത്ത് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ആ റൂമിൽ നിറച്ചും കിട്ടുമായിരുന്നു. മാതാവ് കൂടെ ഉള്ളതുപോലെ തോന്നും. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ ചെവി പറഞ്ഞു, നീ ഇനി കരയേണ്ട, നിൻ്റെ മകനെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അവനങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഞാനിപ്പോൾ അതിനു വേണ്ടി അവന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാറും കൂടിയില്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ പനികളെ വരുന്നുള്ളൂ. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിൽ കൂടുതൽ അവനെയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാറേ ഇല്ല. ഞാൻ മാതാവിൻ്റെ ആ ഉപ്പ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ആവാം എനിക്ക് എൻ്റെ മാതാവ് അവനെ സംരക്ഷിക്കുന്നത് തോന്നിയത്. രാത്രി കാലങ്ങളിൽ ഞാൻ അവനെപ്പോഴും കിടത്തണേ മുമ്പ് മാതാവിൻ്റെ തേന് നാക്കി കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് 2 മക്കളെ ഞാൻ കിടത്തി ഉറക്കണത്. ഇതുപോലൊരു ദിവസം ഞങ്ങൾ ഷീറ്റിട്ട ഒരു വീട്ടിലാണ് താമസിക്കണത്. അപ്പോൾ പുറത്താണ് ഞങ്ങളുടെ ബാത്റൂം. ഞങ്ങൾ ഒരു ദിവസം രാത്രി ഞാൻ ഇതുപോലെ ഇവളെയും കൊണ്ട് ബാത്റൂമിൽ പോയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു പുറത്ത്. എന്തിൻ്റെയാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഞാൻ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകണമായിരുന്നു. നല്ല സ്മെല്ല് പുറത്ത് വശം. അന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ പറയണത് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പലവരും അറിയുന്നുണ്ടെന്ന്. അതെന്ത് മണമാണെന്ന് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ ഞാൻ രാത്രി വേറൊരു ദിവസം ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തലേനയിലാണ് ഞാൻ തല വെച്ച് ചാഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ചത്. ആ സമയത്ത് മാതാവിൻ്റെ മടിയിൽ തല ചായ്ച്ച് കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. മാതാവ് അപ്പം എൻ്റെ തലയിൽ തലോടുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ വേറൊരു ഇതും കൂടിയാണ്, മാതാവും കർത്താവും കൂടി ഒരുമിച്ച് ഈ 2 മക്കളുടെയും തലയിൽ തൊട്ട് അനുഗ്രഹിക്കണതായിട്ട് ഞാൻ സ്വപ്നവും കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും മാതാവിനോട് പറയുന്നുണ്ട്, ഈ 2 മക്കളെയും മാതാവാണ് എനിക്ക് തന്നത്. ഈ 2 മക്കളെയും മാതാവ് തന്നെ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ വേറെ ആരുമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ഒരു കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം കൂടുതൽ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമ പറയണത്, സാക്ഷ്യം പറയാൻ വൈകിയതിന്. ആദ്യമേ ഇത് സാക്ഷ്യം പറയേണ്ടതായിരുന്നു, ഞാൻ വൈകിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പറയാൻ വേണ്ടി. പക്ഷെ മാതാവ് തന്നെ പറഞ്ഞത്, നീ ആദ്യം പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വാ, അപ്പോൾ നിൻ്റെ ധൈര്യവും ശക്തിയും ഒന്നും കൂടി ഊർജിതമാകുകയുള്ളൂ. നീ അപ്പോൾ അടുത്ത സാക്ഷ്യം പറയാൻ ഇതിനും ശക്തിയായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് എന്നോട് മാതാവ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ദിവസം എൻ്റെ മകൻ സൈഡിൽ വാതിലിൻ്റെ അവിടെ ഇത്തിരി പൊക്കം ഉണ്ടായിരുന്നു. മകൻ ഓടിച്ചാടി വന്നിട്ട് ഒറ്റയടിങ്ങനെ വീണ്, നെഞ്ചടിച്ച് വീണ പോലെ ഞാൻ കേട്ടത്. ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പം മാതാവ് ഇങ്ങനെ ചെവി പറഞ്ഞു, നീ പേടിക്കേണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ പേടിച്ച്, അവൻ നെഞ്ചടിച്ച് വീണതുകൊണ്ട് നെഞ്ചിന് വല്ലതും പറ്റിയിട്ടുണ്ടാവുമെന്നാണ് പേടിച്ചത്. പക്ഷെ ആ സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല എന്ന്, ധൈര്യത്തോടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവന് ഒന്നും പറ്റിയിട്ടില്ല. ഓടി നടക്കണം, ഒരു കുഴപ്പവും ഇല്ലാതെ ഓടി നടക്കണം. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, 40 വർഷം പഴക്കമുള്ളൊരു വീടാണ് ഞങ്ങളുടേത്. ഷീറ്റിട്ടൊരു വീടാണ്. 700 സെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ എല്ലാവരും ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണത്. എന്തെങ്കിലും വിള്ളലോ എന്ത് വന്നാലും അവിടെ എല്ലാം മേനയാക്കി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാണൊക്കെയാണ് നടക്കണം. ആ വീട് പഴയതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും മെനയാക്കിക്കൊണ്ടാണ് അമ്മയും അച്ഛനും എല്ലാവരും ആ വീട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മഴ സമയത്തൊക്കെ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഷീറ്റ് പതുക്കെ പൊങ്ങുന്നൊരു ശബ്ദം കേൾക്കാമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഗർഭിണിയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവേ ഈ വീട് പുതുക്കി പണിയാൻ കഴിയണേ എന്ന്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അത് പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഉപ്പ് ആ വീടിന് ഞാൻ ചുറ്റും അന്ന് തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കൊണ്ടുപോയി ഞാൻ വീടിന് ചുറ്റുമിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി. അതിനുശേഷം ഞങ്ങളുടെ വീട് പണിഞ്ഞു തരാൻ ആൾക്കാർ തയ്യാറായി തന്നെ വന്നു. ഞങ്ങൾ സഹായിക്കാം ആ വീട് പണിയാൻ എന്നൊക്കെ പറഞ്ഞ്
ആ വീടിൻ്റെ തറയും കഴിഞ്ഞ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക വീട് പണി. അതും മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. മാതാവിനോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം പോസ്റ്റുമെന്ന് ഷോക്കടിച്ച് വീണതാണ്. അരക്ക് കീഴ്പോട്ടാണ് കംപ്ലൈൻറ്റ്, സ്പൈനൽ കോട്ടിലാണ് കംപ്ലൈൻറ്റ്. ഇപ്പം 3 വർഷവും 3 മാസവും കഴിഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തത് 2 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ളതും എല്ലാം കൂടി കൂട്ടി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റും മറ്റുള്ളവരെ സഹായം കൊണ്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആകെ ഉള്ളത് ആ ഒരു വീട് മാത്രമായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, കാരണം ചെറിയൊരു കൊച്ചുള്ളതാണ്. പിന്നെ അമ്മയും പ്രായമുള്ള ആളാണ്. അമ്മേൻ്റെ ഒരു കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ കൂടി പറ്റില്ല, കൈയൊക്കെ വെറുതെ നീര് വന്നു കൂടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണം, വീട്ടിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇനി അങ്ങോട്ട് നീ തന്നെ നോക്കിക്കൊള്ളണമെന്ന്. അതെൻ്റെ മാതാവ് നടത്തി തരുന്നുണ്ട്. എനിക്ക് ഒരു കുറവും വരാതെ മാതാവ് അന്നുള്ള കാര്യങ്ങളെല്ലാം ആവശ്യത്തിനനുസരിച്ച് നടത്തി തരുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും 1000 രൂപയാണെങ്കിൽ പോലും പെട്ടെന്ന് എടുക്കാനില്ലെങ്കിൽ മാതാവ് അത് ആരെങ്ങളുടെയും വഴി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തരും. ആരുടെ മുമ്പിലും കൈ നീട്ടാത്ത അവസ്ഥയിൽ മാതാവ് ഞങ്ങൾക്കത് കൊണ്ടേ തരുന്നുണ്ട്. അതിന് മാതാവിന് 1000 നന്ദിയും പറഞ്ഞു തരുന്നു. നാലാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മക്കളാണ്. എൻ്റെ മക്കൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ്, പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ രീതികളാണ് മുമ്പോട്ടെല്ലാം കൊണ്ട് നടക്കുന്നത്. എൻ്റെ മകൾ നന്നായിട്ട് പ്രെയർ ചൊല്ലും, വിശ്വാസ പ്രമാണം, സ്വയം നന്മ നിറഞ്ഞ പറയും, എല്ലാം നന്നായിട്ട് പറയും. അവൾ മാതാവിനെക്കുറിച്ച് പറയാൻ 1000 നാക്കാണ് എൻ്റെ മകൾക്ക്. ക്ലാസ്സിൽ മിസ്സിനോടാണെങ്കിലും അവിടുത്തെ മദറിനോടാണെങ്കിലും മാതാവിനെക്കുറിച്ച് പറയാൻ അവൾക്ക് നാക്കില്ലെന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. മാതാവിനെക്കുറിച്ചുള്ള പാട്ടും എല്ലാം ഇവൾ നന്നായിട്ട് പറയുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ മക്കൾക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടിയിരിക്കുന്നത്. എൻ്റെ 2 മക്കളും എവിടെ കണ്ടാലും മാതാവിനെ കണ്ടാലും മുത്തം വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ആശ്വാസഭവനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ, തീരെ പൊടിക്കുട്ടികളാണ്, 24 മാസമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ. ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ട ഫുഡ് എന്നിൽ ഒതുങ്ങുന്നത്, നമുക്കിപ്പോൾ ദൈവം തരുന്നത് എത്രയാണോ, 1000 രൂപയാണെങ്കിൽ അത് 500 രൂപയാണെങ്കിൽ പോലും ഞാൻ ആ പിള്ളേർക്ക് വേണ്ടി ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു. ആർക്കും കൊടുക്കാൻ മടിയില്ല. ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പണ്ട് കാലങ്ങളിൽ കുറേ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഉള്ളത് കൊണ്ട് കൊടുക്കാൻ ഒട്ടും മടിയില്ലാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ രോഗികളെയും പോയി കാണാറുണ്ട്. അവർക്കും വേണ്ടത് ഞങ്ങൾ മനസ്സുകൊണ്ട് നല്ല ധൈര്യവും കൊടുക്കും, ദൈവത്തിനോടുള്ള കൂടുതൽ അടുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുക്കും. ആവശ്യാനുസരിച്ച് കാശായാലും ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കാറേ ഉള്ളൂ. പറയാൻ എന്തൊക്കെയോ വിട്ടുപോയ പോലെ ഉണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ മകളും എൻ്റെ കൂടെ എപ്പോഴും വരും, അമ്മേ ഞാനും പത്രം കൊടുക്കാൻ വരട്ടെ എന്നും ചോദിച്ച്. എന്നിട്ട് ഞങ്ങൾ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കണേ. അപ്പോൾ അവൾ പറയും, അമ്മ ഞാനും കൊടുക്കട്ടെ. പത്രം എടുത്ത് മാതാവിൻ്റെ ഫോട്ടോയിൽ ഉമ്മ വെച്ചിട്ടാണ് എൻ്റെ മകൾ പത്രം കൊടുക്കണത്. ഞാനപ്പോൾ പറയും, മകളെ നമ്മുടെ അച്ഛന് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിക്കേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരവസ്ഥ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ചെയ്യാൻ കഴിയാവുന്ന അവസ്ഥയിലും യേശുവിനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി.